കഴിഞ്ഞിട്ട് 28 വർഷം കഴിയുമ്പോൾ അദ്ദേഹം SI ആവുന്നു, സബ് ഇൻസ്പെക്ടർ. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊമോഷനാണ് CI പ്രൊമോഷൻ. അത് പഴയ പേരാണ് CI അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന്. ഇന്നത് അറിയപ്പെടുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള പോലീസ് സർവീസ് ആവുകയാണ് അവിടെ മുതൽ. അവിടെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം നമ്മളുടെ ഗസറ്റഡ് പോസ്റ്റിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ സ്റ്റേഷൻ ചുമതല വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ ISHO എന്നറിയപ്പെടും. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം, ഇതൊരു ആദ്യം കയറുന്ന ആളുടെ ഒരു മാക്സിമം ഇവിടം വരെയാണ് അദ്ദേഹം എത്തുന്നത്. എന്നാൽ ഡയറക്റ്റ് SI ആയിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി കയറുന്ന ആള് ട്രെയിനിങ് വരുമ്പോൾ തന്നെ KP കിട്ടുകയും അദ്ദേഹം 2 സ്റ്റാർ വെച്ച് സബ് ഇൻസ്പെക്ടറായി സർവീസിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത പ്രൊമോഷൻ പോസ്റ്റായ CI പോസ്റ്റിലേക്ക് വരുന്നു. അതായത് പഴയ പേരാണ് CI പോസ്റ്റ്, ഇപ്പോൾ അത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ്. അത് സ്റ്റേഷന്റെ ചുമതല വഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ISHO എന്നറിയപ്പെടും. അവിടെ മുതൽ ഗസറ്റഡ് പോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോസ്റ്റാണ് DYSP പോസ്റ്റ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, DYSP. അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഷോൾഡറിലുള്ള ഈ ഒരു റിബൺ അങ്ങ് മാറുന്നു. അല്ലാതെ മറ്റ് പ്രകടമായ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ KPS തന്നെയാണുള്ളത്. പിന്നെ ഈ തൊപ്പി എന്ന് പറയുന്നത് സൗകര്യാർത്ഥം ഇതുപോലെ തന്നെ തൊപ്പി നമുക്ക് ഉപയോഗിക്കാം. സൗകര്യാർത്ഥം ഈ തൊപ്പിയും വെക്കാം. മനസ്സിലായോ? അപ്പൊ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് റൂറൽ ഭാഗങ്ങളിൽ DYSP എന്നറിയപ്പെടുന്ന ആൾക്കാർ, സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ACP എന്നറിയപ്പെടും. അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ക്യാപ്പാണ്. അത് സൗകര്യാർത്ഥം വെച്ചിരിക്കുകയാണ്, നിർബന്ധമില്ല ഇത് തന്നെ വെക്കണമെന്ന്. ഇത് കഴിഞ്ഞിട്ട് സർവീസ്